കണ്ണൂർ ജില്ലയിലെ CPIM പാർട്ടി ഗ്രാമങ്ങളിൽ CPIMന്റെ വോട്ട് ചോർച്ച അത് വളരെ ഗൗരവകരമായ ഒരു വിഷയമായി തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ചയാകുന്നത്. പ്രത്യേകിച്ചും CPIMന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും CPIMന് ലീഡ് നഷ്ടമായത് എങ്ങനെ എന്നുള്ളത് അവരെ അത്ഭുതപ്പെടുത്തുകയാണ്. തളിപ്പറമ്പ് പോലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ CPIMന് വോട്ട് ചോർച്ച ഉണ്ടായത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയാണ്. ജെയിംസ് മാത്യു ഒക്കെ MLA ആയിരുന്നപ്പോൾ 40,000-ൽ കൂടുതൽ വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്ന തളിപ്പറമ്പ്, ആ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ തവണ 20,000 വോട്ടുകൾക്കാണ് ജയിച്ചത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ K സുധാകരൻ 10,000-ത്തോളം വോട്ടുകൾക്ക് തളിപ്പറമ്പിൽ മുന്നേറ്റം നടത്തി. 2019-ലും 2024-ലും K സുധാകരൻ തന്നെയാണ് അവിടെ മുന്നേറ്റം നടത്തിയത്. തളിപ്പറമ്പ് മാത്രമല്ല, പയ്യന്നൂരിലും വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി. പയ്യന്നൂരും കല്യാശ്ശേരിയും ഒക്കെ വരുന്നത് വാസ്തവത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ്. കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ 2 നിയോജക മണ്ഡലവും ചേർന്നാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിന്ന് വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 2019-ൽ 40,000 ആയിരുന്നത് അദ്ദേഹം 1,00,000-ആക്കി ലീഡ് ഉയർത്തുകയും ചെയ്തു. എന്നാൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇത്രത്തോളം വോട്ട് ചോർച്ച ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി CPIMനെ അകമഴിഞ്ഞ് പാർട്ടിയെ സ്നേഹിച്ചവരെല്ലാം പല കാരണങ്ങളാൽ പാർട്ടിയെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കപ്പെടും എന്നുള്ള ആദിയിലാണ്. പ്രത്യേകിച്ചും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഭാര്യയായ PK ശ്യാമള ഭരിച്ചിരുന്ന ആന്തൂർ നഗരസഭയടക്കം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ വലിയ നഷ്ടം CPIMന് ഉണ്ടാകും എന്ന ഭയം അവരെ വല്ലാതെ അലട്ടുകയാണ്. അന്തരിച്ച ADM നവീൻ ബാബുവിൻ്റെ മരണം അത് കൊലപാതകം തന്നെയെന്ന് കൃത്യമായും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ പത്നിയായ മഞ്ജുഷ പറയുന്നത് അന്വേഷണം ഒരിക്കലും ഇടതുപക്ഷ സർക്കാർ ഇരുന്നാൽ ശരിയായ ദിശയിലേക്ക് പോകില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ ഇപ്പോൾ അടിസ്ഥാനപരമായും CPIMന്റെ ധാർഷ്ട്യത്തെയും ധിക്കാരത്തെയും അഹങ്കാര സ്വഭാവത്തെയും വെറുത്തുകൊണ്ട് ഇരിക്കുന്നത്. മറ്റൊരു പാർട്ടിക്കും പ്രവർത്തനം അനുവദനീയമല്ല എന്ന രീതി സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് നിരവധി വർഷമായിട്ടും അതുമായി ബന്ധപ്പെട്ട് CPIMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ഊരുവിലക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. K സുധാകരൻ പലതവണയായി വെണ്ടുട്ടായിലെ ബാബുവിൻ്റെ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി അദ്ദേഹം പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും അടിസ്ഥാനപരമായി 2 നിയോജക മണ്ഡലങ്ങൾ CPIMന് ഉറപ്പായും പാർട്ടി ഗ്രാമത്തിൽ നഷ്ടമാകും. അതിലൊന്ന് തളിപ്പറമ്പാണ്. അവിടെ ഇനി MV ഗോവിന്ദൻ എന്നല്ല ആര് നിന്നാലും 8 നിലയിൽ CPIM തകർന്നടിക്കും. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമം എന്ന് കൊടികുത്തി വാഴുന്ന പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ CPIMന് ഞെട്ടിക്കുന്ന പരാജയം ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.